ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫാളിങ് ഇൻ യുവർ സ്മൈൽ എന്ന ഡ്രാമയിലെ എപ്പിസോഡ് 7 ആണ്. ഈ എപ്പിസോഡ് സ്റ്റാർട്ടാക്കുമ്പോൾ നേരെ ഒന്നും ഓർമ്മയില്ലാതെ താഴേക്ക് ഇറങ്ങി വരുന്ന ടോങ്ങിനോട് എല്ലാ കാര്യങ്ങളും ഓർമ്മിച്ചുകൊണ്ട് ഒന്ന് ജസ്റ്റ് ചിരിച്ചു മാത്രം അവിടെ നിന്ന് മാനേജർ പോകുന്നു. അവളാണെങ്കിൽ ഇന്നലെ നടന്ന ഓരോ കോപ്രായങ്ങളും മനസ്സിലിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതെല്ലാം ആലോചിച്ച് ടോങ്ങിന് വളരെയധികം നാണക്കേടെല്ലാം തോന്നുന്നുണ്ട്. ഇങ്ങനെ അവൾ ഒരു ക്യാപ്പെല്ലാം എടുത്തു വെച്ച് എല്ലാവരുടെയും ഫ്രണ്ടിലേക്കായെല്ലാം വരുന്നുണ്ട്. ഇന്നാണെങ്കിൽ നേരെ ടോങ്ങിന്റെ അടുത്ത് വന്ന് അവളെ മാസ്ക് എല്ലാം മൂടി മാറ്റാനെല്ലാം നോക്കുന്നുണ്ട്. അവളാണെങ്കിൽ ഒട്ടും സമ്മതിക്കുന്നില്ല. അവൻ പറയുന്നുണ്ട്, നീ ഇന്നലെ ചെയ്തതില്ലേ, അങ്ങനെയെല്ലാം പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ ടോം പറയുന്നുണ്ട്, മതി നിർത്ത്, അതിനെ പറ്റിയൊന്നും എനിക്ക് സംസാരിക്കണ്ട എന്നെല്ലാം സംസാരിക്കുന്നുണ്ട്. ഇനി അല്പം കഴിഞ്ഞ് നടന്ന സംഭവമെല്ലാം എന്താണെന്ന് അറിയാൻ വേണ്ടി അവൾ നേരെ അവളെ ഫ്രണ്ടിനെ വിളിച്ചു നോക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഇന്നലെ അവിടെ ഞാൻ വന്നിരുന്നു, അങ്ങനെ ഞാൻ നേരെ ചെങ്ങിനെ വിളിച്ചിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൾക്ക് 1 by 1 പറഞ്ഞെല്ലാം കൊടുക്കുന്നു. അതിനിടയിലായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഏജ് സൗണ്ട് ഉണ്ടാക്കുന്നത്. അത് കാണുന്ന അവളാണെങ്കിൽ ടോങ് ഇതെല്ലാം അറിയണ്ട എന്നെല്ലാം കരുതി വേഗം കോളെല്ലാം കട്ട് ചെയ്യുന്നുണ്ടും. ഷോപ്പിങ്ങിന് പോയിരുന്ന കേയും ലിയോയും ഫാറ്റിയും തിരിച്ചു വരുമ്പോൾ നമ്മുടെ ചെങ്ങിൻ്റെ അനിയനെ കാണുന്നുണ്ട്. ഇവനെ കണ്ടതും ലിയോക്ക് അല്പം സന്തോഷമാകുന്നുണ്ടെങ്കിലും കെ അവനെ നോക്കി ഒന്ന് പേടിപ്പിക്കുന്നുണ്ട്. ഫാറ്റിയും കെയും അവിടെ നിന്ന് ഉടനെ തന്നെ പോകുന്നെല്ലാം ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ ടോങ് മാസ്ക് എല്ലാം വെച്ച് വരുന്നത് കാണുന്ന ലിയോ ഒരുപാട് കളിയാക്കുന്നുണ്ട്. ലിയോ ചോദിക്കുന്നുണ്ട്, ഇവൾക്ക് ഇത് എന്ത് പറ്റി? അത് കാണുന്ന ചെങ്ങിൻ്റെ അനിയനാണെങ്കിൽ നടന്ന കാര്യമെല്ലാം അവനോട് തുറന്നു പറയുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനായി പോകുമ്പോഴാണ് ചെങ് നേരെ ടോങ്ങിനെ മാസ്ക് എല്ലാം ഊരിക്കൊണ്ട് പറയുന്നത്, ഇന്നലെ നീ കളിച്ച കോപ്രായമെല്ലാം എല്ലാവർക്കും അറിയാം, ഇനി നീ മാസ്ക് വെച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല എന്നെല്ലാം ചെങ് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ നേരെ മേലെ ഇരുന്നു കൊണ്ട് അവൾ ഇപ്പോഴും ലൈവിൽ ഗെയിം കളിക്കുന്നത് കാണുന്ന ടോങ് ഒന്ന് അല്പം നെട്ടുന്നുണ്ട്. ഞാൻ ഇവിടെയായിട്ടും എൻ്റെ ലാപ്പിൽ ആരാണ് കളിക്കുന്നത് എന്നെല്ലാം അവൾ നേരെ അവിടേക്ക് പോയി നോക്കുന്നുണ്ട്. അപ്പോഴായിരുന്നു ലിയോ കളിക്കുന്നത്. ലിയോനോട് അവൾ ഒരുപാട് വഴക്കെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ലിയോനോട് പറയുന്നുണ്ട്, എൻ്റെ സീറ്റിൽ നിന്ന് എണീക്ക്, നീ ഇവിടെ നിന്ന് പോ എന്നെല്ലാം പറയുന്നുണ്ട്. ഈ സമയം ലിഷോ പറയുന്നുണ്ട്, നീ ഇത് നോക്ക്, ഞാൻ ഏത് ടീമിൻ്റെ കൂടെയാണ് കളിക്കുന്നത്, AIT ടീമിൻ്റെ കൂടെ, അവരുടെ കൂടെ എങ്ങനെ കളിക്കണമെന്ന് കാണിച്ചു തരാം എന്നെല്ലാം പറഞ്ഞ് അവൾക്ക് ആ ഗെയിം കളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിനിടെ അവർ അവൻ്റെ കൂടെ കളിച്ചിട്ട് അവർ ഔട്ടാകുന്നുണ്ട്. അതെല്ലാം കാണുന്ന ടോങ്ങിനാണെങ്കിൽ ഒരുപാട് അതിശയം തോന്നുന്നുണ്ട്. ടോങ് ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെയാണ്? അപ്പോൾ ലീഷോ പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ ഇവരെ കളിക്ക് മുമ്പേ അവരുടെ ഗെയിംസ് എല്ലാം നടന്നത് ഒന്ന് വീഡിയോസ് എല്ലാം കണ്ടു നോക്കി, അത് കാരണമാണ് എനിക്ക് ജയിക്കാൻ പറ്റിയത് എന്നെല്ലാം ലീഷോ പറയുന്നുണ്ട്. ടോങ്ങിനെല്ലാം കേട്ടുകൊണ്ട് ഫാറ്റ് പറയുന്നുണ്ട്, എന്ത് തന്നെ ആയാലും എന്താ, നിനക്ക് ഞങ്ങളുടെ കൂടെ ഫൈനൽ കളിക്കാനൊന്നും പറ്റിയില്ലല്ലോ, നീ കാരണം ഞങ്ങൾക്ക് കൂടി കളിക്കാൻ പറ്റിയില്ല, ഞങ്ങൾ ഡയറക്റ്റ് തന്നെ ഫൈനലിൽ കയറാതെ ഔട്ടായ ടീമല്ലേ എന്നെല്ലാം പറയുന്നുണ്ട് ഫാറ്റ്. അവൻ അവിടെ നിന്ന് നേരെ പിണങ്ങി പോകുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന ചെങ്ങാണെങ്കിൽ നേരെ അവനെ ആശ്വസിപ്പിക്കാനായി അവൻ്റെ അടുത്തേക്കെല്ലാം പോകുന്നുണ്ട്. ഇതിനെല്ലാം കണ്ടുവന്ന കെയിനോട് ലിയോ പറയുന്നുണ്ട്, ഇതെല്ലാം കഴിഞ്ഞു പോയ കാര്യമല്ലേ, എന്തിനാണ് ഇപ്പോഴും ഇത് എടുത്തിടുന്നത്, അവനെ വേദനിപ്പിക്കുന്നത് എന്നെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട കെ പറയുന്നുണ്ട്, ഞങ്ങളുടെ മെങ്ങിൻ്റെ കൈയാണ് പോയത്, നീ എന്താ അത് വലിയ കാര്യമാക്കാത്തത് എന്നെല്ലാം പറഞ്ഞ് ലിയോയെ കെ ഒരുപാട് വഴക്കെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരെ ടോങ് റൂമിലേക്ക് വന്നതിന് ശേഷം അവളുടെ ഫ്രണ്ടിന് മെസ്സേജ് അയക്കുന്നുണ്ട്, ഇപ്പോൾ ചെങ്ങിൻ്റെ അനുജൻ ഇവിടേക്ക് വന്നിട്ടുണ്ട്, എന്നെ കടി നല്ലോണം അവൻ കളിക്കുന്നുണ്ട്, അവൻ AIT ടീമിനെ പൊട്ടിച്ചിട്ടുണ്ട്, അവനായിരിക്കും മിക്കവാറും ഈ ഗെയിമിൽ കളിക്കുക, ഞാൻ അവൻ്റെ സബ്ബായിരിക്കും എന്നെല്ലാം അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. രാവിലെ ആയപ്പോൾ തന്നെ ടോങ്ങിൻ്റെ ഫ്രണ്ട് എണീച്ച്, നിങ്ങളുടെ ടീമിൽ നടക്കുന്നത് എന്താണെന്ന് അറിയുമോ, നീ വേഗം ആ ന്യൂസ് എല്ലാം എടുത്ത് വായിച്ചു നോക്കി എന്നെല്ലാം പറയുന്നുണ്ട്. പിന്നെ അവൾ നേരെ ആ ന്യൂസൊക്കെ നോക്കുമ്പോഴാണ് ഇവിടെ ചെങ്ങിൻ്റെ അനിയൻ കാരണമാണ് മിങ് വീണ് കൈ ഇങ്ങനെയായത് എന്നെല്ലാം അറിയുന്നത്. അങ്ങനെ അവൾ നേരെ താഴത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ അവിടെ ഒരുപാട് ആളുകൾ വന്നിരുന്നു. അത്
അതേസമയം മാനേജർ പറയുന്നുണ്ട്, നമ്മുടെ ടീമിലുള്ള ആരോ ആണ് ഈ വീഡിയോ ലീക്കാക്കിയത്, ആരാണ് വെച്ചാൽ ഇപ്പോൾ തന്നെ തുറന്നു പറയണം എന്നെല്ലാം പറയുന്നുണ്ട്. അതെല്ലാം കേൾക്കുന്ന ഫാറ്റി ഓടി വന്ന്, ഞാനാണ് ഈ വീഡിയോ ലീക്കാക്കിയത്, എന്താണ് പ്രശ്നം എന്നെല്ലാം ചോദിക്കുന്ന. കൈ പോയില്ലേ, പിന്നെയും അവൻ ഇവിടേക്ക് ജോയിൻ ചെയ്യാമെന്ന്. ഇനി ആരൊക്കെ കൈയെല്ലാം പോക്കി അവരെയൊക്കെ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയാണ് അവൻ വരുന്നത്, ആർക്കറിയാം. അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പുറത്താക്കിയത് എന്നെല്ലാം ഫാറ്റി അവിടെ നിന്ന് വാദിക്കുന്നു. സമയം ആ വീഡിയോ പുറത്താക്കിയത് ഫാറ്റിയാണ് എന്നെല്ലാം മെസ്സേജ് ടോം നേരെ അവിടെ ഫ്രണ്ടിന് അയക്കുന്നുണ്ട്. അവരുടെ ഫ്രണ്ട് ഇതെല്ലാം എടുത്തു നോക്കുന്ന കാണുന്നു. ഏജെ പറയുന്നുണ്ട്, ഈ പ്രശ്നം എന്താണെന്ന് എനിക്കറിയാം, ഞാൻ ഈ പ്രശ്നം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു, ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം എന്നെല്ലാം അവരുടെ ഫ്രണ്ടിനോട് ഏജ് പറയുന്നുണ്ട്. അതേസമയം മിൻ പറയുന്നുണ്ട്, അവൻ കാരണമെന്നല്ല എൻ്റെ കൈ ഇങ്ങനെയാകും, അതൊന്നും പ്രശ്നമില്ല. പക്ഷെ വീണ്ടും ഫാറ്റി അവനോട് ഒരുപാട് വഴക്കുണ്ടാക്കുന്നുണ്ട്. അവനാണെങ്കിൽ കുറെ കേട്ടത് കാരണം അവനും പൊട്ടിത്തറയ്ക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അവർ എല്ലാവരും കൂടി പിടിച്ച് 2 സ്ഥലത്തേക്കായി മാറ്റിക്കൊണ്ടു പോകുന്നുണ്ട്. ടോങ്ങിന് നേരെ നടന്ന സംഭവമെല്ലാം ഫാറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഒരു ബ്രദേഴ്സ് എന്ന വലിയ ഗാങ്സ്റ്റേഴ്സ് ഗ്യാങ്ങിന്റെ കൂടെ ഇവർ ഗെയിംസ് എല്ലാം കളിച്ച് ജയിക്കുന്നുണ്ട്. അങ്ങനെ അവരൊരു പാർട്ടിക്ക് വിളിക്കുമ്പോൾ അവരെല്ലാവരും പോകുന്നുണ്ട്. പക്ഷേ അന്ന് ചെങ്ങിന് വയ്യാത്തത് കാരണം ചെൻ വന്നില്ലായിരുന്നു. അങ്ങനെ അവർ പറയുന്നുണ്ട്, നിങ്ങളുടെ ക്യാപ്റ്റന് വളരെ അഹങ്കാരമാണല്ലോ, ഞങ്ങളുടെ ബ്രദർ വിളിച്ചിട്ട് വന്നില്ലല്ലോ എന്നെല്ലാം പറയുന്നുണ്ട്. അതെല്ലാം കേൾക്കുന്നില്ലയോ പറയുന്നുണ്ട്, എൻ്റെ ചേട്ടനില്ലെങ്കിലും ഞാനില്ലേ, നിങ്ങളുടെ കൂടെ ഡ്രിങ്ക്സ് എല്ലാം കഴിക്കാൻ ഞാനിവിടെയുണ്ട് എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് മദ്യമെല്ലാം കഴിക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് വാഷ്റൂമിലേക്ക് പോകുന്ന ലീഷോ കേൾക്കുന്നുണ്ട്. അവരെല്ലാവരും കൂടി ഇവരുടെ എല്ലാവരെയും കൈയെല്ലാം ഒടിക്കാൻ പ്ലാൻ ആക്കുന്നത്. അങ്ങനെ അതെല്ലാം കാണുന്ന ലീഷോ നേരെ ബ്രദറിൻ്റെ അടുത്തുപോയി അവൻ്റെ ഒരു കയ്യിലുള്ള ബിയർ ബോട്ടിലെടുത്ത് അവനെ തലക്കിട്ടടിക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ഉണ്ടാക്കുന്ന ഇടയിലായിരുന്നു മിങ്ങിൻ്റെ കൈക്ക് ഇതെല്ലാം സംഭവിക്കുന്നത്. അങ്ങനെ ഇതെല്ലാം കണ്ടു നിന്ന ഏജ് നേരെ പോലീസിനെ വിളിക്കുമ്പോഴാണ് അവർ അവിടെ നിന്ന് ഓടുന്നത്. ഇതെല്ലാം കാണിച്ചുകൊണ്ടാണ് ഫാളിങ് ഇൻ യുവർ സ്മൈൽ എന്ന ഡ്രാമയിലെ എപ്പിസോഡ് 7 ഇവിടെ തീരുന്നത്.